എല്ലാവർക്കും സുഭാഷ് സാറാണ്. നമ്മുടെ NDA 2 2024 എക്സാം ഈ വർഷത്തിൽ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 1-നാണ്. ഇതിനോടകം തന്നെ എല്ലാ കുട്ടികളും അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ വേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഒന്നാമത് നമ്മളെന്താണ്, അഡ്മിറ്റ് കാർഡ് മസ്റ്റായിട്ട് മറക്കാതെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. ചെറിയ കാര്യമല്ല, മറന്നുപോയൊരു ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവിടെ അഡ്മിറ്റ് കാർഡ് അതൊരു കളർഫുൾ ഫോട്ടോ ആയിരിക്കും, കളർഫുള്ളായിട്ടുള്ള പറഞ്ഞായിരിക്കും നിങ്ങൾ എടുത്ത് വെച്ചേക്കെന്ന് തോന്നുന്നു. അതായിരിക്കും ഇത്തിരി നല്ലത്. രണ്ടാമത് നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് കൊണ്ടുവരും കേട്ടോ. ആധാർ കാർഡ് ഒന്ന് കൊണ്ടുവന്നേക്കണം. നമ്മുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ്. ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആധാർ കാർഡിൽ അത്രയ്ക്ക് ക്ലിയർ അല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടെ കരുതിയേക്കണം. ഓക്കെ, ഉണ്ടെങ്കിൽ ഉണ്ടാവണം, അതായിരിക്കും നല്ലത്. ഈ 2 എണ്ണം വെച്ചാൽ മോർണിംഗും നമ്മുടെ ആഫ്റ്റർനൂണുള്ള 2 എക്സാംസിന് വേണ്ടിയുള്ളതാണ്. 2 എണ്ണം അത് ചിലപ്പോഴേ വേണ്ടി വരത്തുള്ളൂ, എന്നാലും നിങ്ങളൊന്ന് കരുതിയേക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ, 1 അഡ്മിറ്റ് കാർഡ്, 2 ആധാർ കാർഡ്. ഇനി മൂന്നാമത് നിങ്ങൾക്കൊരു ബോൾ പോയിൻറ്റ് പെന്നാണ്. അത് ബ്ലാക്ക് കളറായിരിക്കും നല്ലത് കേട്ടോ. ബ്ലാക്ക് കളറിന് എടുക്കണം. ബോൾ പോയിൻറ്റ് പെന്ന് 2 എണ്ണം കരുതിക്കോ. എന്തെങ്കിലും ഒരെണ്ണം വല്ലതും തടസ്സം വന്നു കഴിഞ്ഞാൽ മറ്റേത് വേണമല്ലോ, പണം മുടക്കിയാൽ മറ്റേത് യൂസ് ചെയ്യണമല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡോ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് ഇറങ്ങി ഇരുന്ന് കഴിക്കാൻ പറ്റും. കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാം, സാനിറ്റൈസർ വേണേൽ കൊണ്ടുപോകാം. ഇതെല്ലാം ട്രാൻസ്പെറൻ്റായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കണം ഈ വെള്ളമെല്ലാം കേട്ടോ. അല്ലാത്തൊന്നും കൊണ്ടുപോകണ്ട. നിങ്ങൾ പിന്നെ അത് ഹോളിലോട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അലോ ചെയ്യത്തില്ലായിരിക്കും, വെളി വെക്കാം. ഇത്രയൊക്കെ മതി, വേറെ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ പഠിക്കണം, എല്ലാം നല്ലപോലെ പഠിച്ചേക്കണം കേട്ടോ. അടിപൊളിയായിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇത് കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് സാധാരണ. കാരണം ഇവിടെ എഴുതുന്നവരുടെ എണ്ണം കുറവാണ്. ഇനി എഴുതാൻ പോകുന്നവരുടെ പഠിത്തത്തിൻ്റെ എണ്ണവും കുറവാണ്. മീൻസ് നല്ലപോലെ പഠിച്ച് പോകുന്നവരുടെ എണ്ണവും കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് കിട്ടുന്ന കാര്യം ഇത്തിരി പാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ എഴുതാൻ പോകുന്നവരെല്ലാം ഇനിയുള്ള സമയത്തൊക്കെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. വേറെ ഒന്നും വേണ്ട, ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.